ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ഓർക്കിഡ് ചെടിയെക്കുറിച്ചാണ്. പൂച്ചെടികളുടെ ഇടയിലൊക്കെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഇനമാണ് ഓർക്കിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർക്കിഡ് തന്നെ പലതരത്തിലുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ഓർക്കിഡിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വാൻഡ ഓർക്കിഡ്സ് എന്നാണ് ഇതിന് പറയുക. മറ്റുള്ള ഓർക്കിഡ് ചെടികൾക്കൊക്കെ നമ്മൾ ധാരാളം പോട്ടിംഗ് മിശ്രിതങ്ങളും അതുപോലെ ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ചെടിയുടെ പ്രത്യേകത തന്നെ എന്തെന്ന് വെച്ചാൽ യാതൊരു വിധത്തിലുള്ള പോട്ടിംഗ് മിശ്രിതം ഈ ഒരു ചെടിക്ക് ആവശ്യമില്ല എന്നതാണ്. അതുപോലെ വാൻഡ ഓർക്കിഡ്സിനൊരു പോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിതുപോലെ ഒരു മരത്തിൽ വെച്ച് പിടിപ്പിക്കാം. ഇതിപ്പോൾ ഞങ്ങൾ മരത്തിലാണ് വെച്ചിട്ടുള്ളത്. മരത്തിൽ വെച്ചൊന്ന് കെട്ടിക്കൊടുത്താൽ മതി, പിന്നെ അത് അവിടെ നിന്ന് വളർന്നോളും. മരവാഴയുടെ ഇത്തിൽക്കണിയുടെ ഒന്നും പോലെ മരത്തിന് പ്രത്യേകിച്ച് ദോഷമൊന്നും ഇത് ചെയ്യൂല. അത് അവിടെ നിന്ന് വളർന്നോളും. പിന്നെ അതിൻ്റെ റൂട്ട്സൊക്കെ അന്തരീക്ഷത്തിലോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന റൂട്ട്സാണ്. നല്ല അട്രാക്റ്റീവായിട്ടുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഞങ്ങളുടെ കയ്യിലുള്ളത് യെല്ലോ കളറാണ്. പല വെറൈറ്റീസും ഉണ്ട്, പല നിറത്തിലുള്ള. വർഷത്തിൽ 3 പ്രാവശ്യം ഇത് പൂത്ത് കാണുന്നുണ്ട്. ഞങ്ങളിപ്പോൾ വാങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. അതിൽ തന്നെ 3 പ്രാവശ്യം ഇതിൽ പൂക്കളുണ്ടായി. ഓരോ പ്രാവശ്യം പൂത്ത് കഴിയുമ്പോഴും പൂക്കളുടെ വലിപ്പത്തിന് നല്ല മാറ്റം വരുന്നുണ്ട്. നല്ല വലിയ പൂക്കളായിട്ട് വരുന്നുണ്ട്. ഒരു സിംഗിൾ സ്റ്റെമ്മായിട്ടാണ് ഈ ചെടി കാണുന്നത്. അതുപോലെ പൂക്കൾ ഉണ്ടാകുന്നതൊക്കെ ഓരോ സ്പൈക്കിൽ നിന്നാണ്. ആദ്യം ഉണ്ടായ ഭാഗത്തു നിന്നല്ല പിന്നെ ഉണ്ടായി വരുന്നത്. ഇങ്ങനെ മരത്തിൽ വെച്ചല്ലാതെ പിന്നെ ചെറിയ ബാസ്ക്കറ്റ്സിലൂടെയൊക്കെ നമുക്ക് തൂക്കിയിട്ട് വളർത്താം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്തൊന്നും വെക്കാതെ ആവശ്യത്തിന് വെയിലും തണലും കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും രാവിലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ചെടിയിൽ പുതിയ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വളർച്ചാ സമയത്ത് എല്ലാ ഓർക്കിഡ്സിനെയും പോലെ തന്നെ വാൻഡ ഓർക്കിഡിനും ഫെർട്ടിലൈസർ നൽകുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ഫെർട്ടിലൈസറും നൽകിയിട്ടില്ല. എന്നാലും നല്ല രീതിയിൽ വളർന്നു പോകുന്നുണ്ട്. ചെടിക്കൊരു സപ്പോർട്ടിന് വേണ്ടി കയറ് കെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ചെടിയുടെ ഇലകൾ മരത്തിൽ കൂടിച്ചേരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി രണ്ടിൻ്റെയും ഇടക്ക് ഓടിൻ്റെ പീസോ മരക്കഷ്ണോ വെക്കുന്നത് നല്ലതാണ്. വീട്ടിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഒരു മരത്തിൽ തന്നെ വ്യത്യസ്ത നിറത്തിലുള്ള വാൻഡ ഓർക്കിഡ്സ് വെച്ച് പിടിപ്പിച്ചാൽ നല്ലതായിരിക്കും. മറ്റു ഓർക്കിഡ്സിനെ അപേക്ഷിച്ച് വാൻഡ ഓർക്കിഡ്സിന് വില കൂടുതലാണെങ്കിലും പരിചരണം വളരെ കുറച്ച് മതി. ഇങ്ങനെ മരത്തിൽ വെച്ച വാൻഡ ഓർക്കിഡ്സിന് പൊതുവെ രോഗങ്ങളൊന്നും കണ്ടുവരാറില്ല. ഇത് കുറേ മുന്നേ എടുത്ത ഒരു ഫോട്ടോ ആണ്. ആദ്യമായിട്ട് വന്ന മൊട്ടാണ് ഈ കാണിക്കുന്നത്. അതുപോലെ അത് വിരിഞ്ഞിട്ടുള്ള പൂവാണിത്. വാൻഡ ഓർക്കിഡ്സ് അല്ലാതെ വേറെ പല വെറൈറ്റി ഓർക്കിഡ്സും വീട്ടിലുണ്ട്. അതൊക്കെ ഇനി മറ്റു വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.